പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ലൈബ്രറിയുടെ പ്രവർത്തനം നഗരസഭാ ലൈബ്രറിയിൽ ആരംഭിച്ചു. മാറുന്ന കാലത്തിനൊപ്പം വായനാ രീതികളും ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി നഗരസഭ യാഥാർത്ഥ്യമാക്കിയത്. സാഹിത്യം, കല, പഠനം തുടങ്ങിയ വിവിധ മേഖലകളിലെ 2000ഓളം പുസ്തകങ്ങളാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. സമൂഹത്തിന് ഒഴിച്ചുകൂടാനാകാത്ത സാംസ്കാരിക ഇടങ്ങളാണ് ഗ്രന്ഥശാലകൾ. മാറുന്ന കാലത്ത് വായനയ്ക്കൊപ്പം ലൈബ്രറികളും മാറുകയാണ്. തിരക്കുപിടിച്ച ജീവിതത്തിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിലാണ് പലരും വായനയ്ക്കായി ലൈബ്രറികളിൽ എത്തുന്നത്. വായനക്കാർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞു നടക്കാതെ തന്നെ നഗരസഭയുടെ ലൈബ്രറിയിൽ നിന്ന് ലഭിക്കുമെന്നതാണ് പ്രത്യേകത. സാധാരണ ഒരു ട്രഡീഷണൽ ലൈബ്രറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് സമയപരിധി നഷ്ടപ്പെടും. ചിലപ്പം നമുക്ക് ലൈബ്രറീൻ്റെ അടുത്ത് നമ്മൾ അന്വേഷിക്കണം, ഇന്ന ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞു നടന്ന് നമ്മൾ ചിലപ്പോൾ സമയം ചിലവായി. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ട ബുക്ക് ഏത് ഓതറിൻ്റെയാണ്, ഏത് സബ്ജക്റ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈക്കുള്ളിൽ തന്നെ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ഡിജിറ്റൽ ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാഹിത്യം, കല, പഠനം എന്നിങ്ങനെ വിവിധ മേഖലകളിലായി 2000-ലധികം പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ ഉള്ളത്. ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിയും. ലൈബ്രറിയിൽ നിന്ന് ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് ലൈബ്രറിയിൽ ലോഗിൻ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിവസവും നഗരസഭയുടെ ലൈബ്രറിയിൽ വായനയ്ക്കായി എത്തുന്നത്. അടുത്ത ഘട്ടമായി ഓൺലൈൻ വായനാ സൗകര്യവും ഉറപ്പാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട.